ബ്ലിങ്ക് ചെയ്തുവാണെങ്കിൽ ഇത് ഫുള്ള് ഇപ്പൊ വാം ലൈറ്റ് ആണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കലാണോ. നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ബേസ് ആയിട്ട് എടുക്കുന്നത് ഈ ട്രൈപോഡാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു നല്ലൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാം. ഓൾമോസ്റ്റ് ഒരു ട്രീയുടെ ഒരു ലുക്കിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് കുറച്ച് അറ്റകുറ്റപ്പണിയും കൂടെ വരുത്തി കഴിഞ്ഞാൽ നല്ല കിഡിലും ഒരു ക്രിസ്മസ് ട്രീ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ ട്രൈപോഡ് മാക്സിമം ഇതിന് ഹൈറ്റിൽ വെച്ചിട്ടുണ്ട് നമ്മള്. പിന്നെ നല്ലപോലെ ഇത് നൂറ്റി വെച്ചിട്ടുണ്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ബേസ് ഒന്ന് സെറ്റ് ആക്കാനായിട്ട് ഞാൻ കുറച്ച് കോല എടുത്തിട്ടുണ്ട്. കോല മീൻസ് ഞാനിത് പനയുണ്ടല്ലോ, പനയുടെ കൈ വെട്ടിയെടുത്താട്ടോ. അല്ലെങ്കിൽ ഈറ്റ ഉണ്ടെങ്കിൽ ഈറ്റ കീറിയിട്ട് ചെറിയ ചെറിയ ആക്കി നമുക്ക് എടുത്താലും മതി കേട്ടോ. ഈ ഒരു 3 കാലിലും നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഒന്ന് കെട്ടിക്കൊടുക്കണം. 3 സൈഡിലും ഈ ഒരു കമ്പ് വെച്ച് കെട്ടിയതിനു ശേഷം ഇതിന്റെ സെന്ററിൽ നിന്ന് നമുക്കൊരു കോൽ മുകളിലേക്ക് കൊടുക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഇതിന്റെ ഓരോ സ്റ്റിക്കിന്റെ സെന്ററിൽ നിന്ന് നമുക്ക് സ്റ്റിക്ക് മുകളിലേക്ക് കൊടുക്കണം കേട്ടോ. അപ്പൊ അതിനു വേണ്ടി ഉള്ളതാണ് ഇത്. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കത് ഇവിടെ കെട്ടാം. നമുക്ക് തൽക്കാലത്തേനൊന്ന് ജസ്റ്റ് കെട്ടിയാ ഒത്തിരി ടൈറ്റ് ചെയ്യണ്ടോ. നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ ഞാനിപ്പോ ഒരുപാട് ടൈറ്റ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് അടുത്തത് ഈ ഒരു കമ്പ് നമുക്ക് വെട്ടിയെടുക്കാം. സ്റ്റിക്കുകളെല്ലാം തന്നെ നമ്മള് ഇവിടെ കെട്ടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ. ട്രൈപോഡിന്റെ കാലല്ലാതെ തന്നെ നമ്മൾ 3 സ്റ്റിക്കുകൾ വെർട്ടിക്കൽ കയറ്റിട്ടുണ്ട്. പിന്നെ ബേസിൽ വേണോ, ബേസിൽ ഒരു 3 സ്റ്റിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടോ. നമുക്ക് ഇതിന്റെ മേൽഭാഗം നമ്മൾ ആദ്യം പയ്യല്ലേ ചുറ്റിയത്. നമുക്കൊന്ന് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇതിന്റെ മേളിലുള്ളത് ബാക്കിയുള്ളത് മുറിച്ചറിയാം. ഓക്കെ, സെറ്റ്. മേൽഭാഗത്ത് ഒരു റൗണ്ട് ഇങ്ങനെ വരാനായിട്ട് ഞാനൊരു തെർമോക്കോളിന്റെ റൗണ്ട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പാനം മേടിക്കുമ്പോൾ അതിന്റെ ബോട്ടിൽ നിൽക്കുന്ന പോർഷനാണോ നിർബന്ധമില്ല. ഇത് ഞാനിവിടെ കിടന്നപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തു വെച്ചാണ്. ഇത് പുല്ലിന്റെ പോലത്തെ പ്ലാസ്റ്റിക്കിന്റെ ആണ്. ഇതേപോലത്തെ സ്ട്രിപ്പുകൾ നമ്മൾ കുറെ മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഒരെണ്ണം തന്നെ കേട്ടോ. ഇത് ഏകദേശം ഒരു 1.5 മീറ്ററോളം വരും. പിന്നെ എനിക്ക് തോന്നുന്നത് 20 രൂപയാണ് നമ്മൾ മേടിച്ചോ. 20 രൂപ, 30 രൂപ, 40 രൂപയൊക്കെയാണ് ഷോപ്പിൽ വരുന്നത്. നമ്മള് 15 എണ്ണം ഉണ്ട് ഇതേപോലെ 15 എണ്ണം. അപ്പൊ ഇതാണ് നമ്മൾ ഇനി മെയിൻ ആയിട്ട് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചുറ്റി കൊടുക്കുന്നത്. ഇതിന്റെ മേൽഭാഗം ഒന്ന് നമുക്ക് ചുറ്റി കൊടുക്കണം. നല്ലപോലെ അടുപ്പിച്ച് ഇങ്ങനെ ചുറ്റി വന്നോ. അതിന്റെ ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് കാണരുത്. നമ്മൾ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് ഇത്ര അടയ്ക്കുള്ളൂ. അടുപ്പിച്ച് വന്നപ്പോ രണ്ടെണ്ണമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒന്ന് സ്റ്റാപ്ലർ വെച്ചിട്ട് പിൻ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചൊട്ടിക്കുമ്പോൾ ട്രീ കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് തന്നെ ചുറ്റുന്ന ഒരു ഇഴ് കുറച്ച് കൂടുതൽ വേണ്ടി വരും കേട്ടോ. അപ്പൊ നമ്മുടെ ട്രീയുടെ ഒരു പകുതി ഭാഗം നമ്മള് ഈ ഒരു പുല്ല് കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മള് മേടിച്ച പുല്ല് തീർന്നു പോയി. കുറച്ചുകൂടെ മേടിക്കണം സ്ട്രിപ്പ്. നമ്മള് ഉദ്ദേശിച്ചേക്കാളും കുറച്ച് വലിയ ട്രീ ആണ് നമ്മള് ആക്കി കേട്ടോ. എന്റെ എത്ര ഉണ്ട് കേട്ടോ, ഷോൾഡറിന്റെ അത്ര ഉണ്ട് കൈക്ക്. അപ്പൊ ഇത് ഞാനിപ്പോ പോയി മേടിച്ചുള്ളതാണ്. വേറെ അത് ചുറ്റി വരുമ്പോ സാധനം കുറച്ചാക്കി കൂടും. അതായത് ഇതും കൂടെ നമുക്ക് ചുറ്റി കൊടുക്കാം. ഇതിന് 30 സ്ട്രിപ്പ് പുല്ലുകളാണ്. പുല്ല് മീൻസ് നമ്മൾ ചുറ്റുന്നതാണ്. ക്രിസ്മസ് ട്രീ നമ്മൾ ടോപ്പിന്ന് ഇവിടം വരെ ചുറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ താഴെ നമുക്ക് വേറെ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ഫില്ല് ചെയ്യണം. അതായത് ഫുള്ള് പച്ചപ്പല്ലാതെ കുറച്ചൊരു വേറെ എന്തെങ്കിലും മരത്തിന്റെ ഒരു ലുക്ക് വരാനായിട്ട് കുറച്ചൊരു ഭാഗം നമുക്കൊരു ബ്ലാക്ക് ഷാൾ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു നല്ലൊരു കോമ്പിനേഷൻ കിട്ടുന്ന കളർ ഉള്ള ഒരു ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക്
ചുറ്റി കൊടുക്കാം. ബ്ലാക്ക് ക്ലോത്ത് ഉണ്ടാവും അങ്ങനെ റൗണ്ടിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഒരു ഏകദേശം ഒരു 90% ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് നമുക്ക് ലൈറ്റും ബാക്കി ഡെക്കറേഷൻ വേറെ സാധനങ്ങളുണ്ടല്ലോ, ഗിഫ്റ്റും സ്റ്റാറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കി അതിന് തൂക്കാൻ കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റാർ കേട്ടോ, ഇത് നമ്മൾ ക്രിസ്മസ് ട്രീയുടെ മേളിൽ ഇങ്ങനെ വെക്കാനായിട്ട് മേടിച്ചാണ്. മേളിൽ ഇങ്ങനെ വെക്കാം. ഇനി നമുക്ക് മാല ബൾബ് ഇട്ട് കൊടുക്കാം കേട്ടോ. റഫായിട്ട് ആദ്യം ഫസ്റ്റ് ഇടാം, അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പൊ അതേ മാല ബൾബ് ഇങ്ങനെ ഫുള്ള് ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബോളല്ല, നമുക്ക് ഈ ബോളുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മാലയെ കൂടെ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കും. ഇത് നമ്മൾ മേടിച്ചേക്കുന്ന ഇതുണ്ടോ, ഇതേപോലത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. മണി 2 ഉണ്ട്. ഇത് സാന്റാക്ലോസിന്റെ ഫേസ്, ഇത് അടുത്ത ബോള്, ചെറിയ ബോള്, ചെണ്ട, ഇതെല്ലാം നമുക്ക് ക്രിസ്മസ് ട്രീയിൽ തൂക്കാനുള്ളതാണ്. പല്ല് കാണിച്ചു കൊടുത്ത പല്ല് പല്ല് കാണിച്ച പല്ല്. ഏകദേശം നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മളെല്ലാ സാധനങ്ങളും ഹാങ് ചെയ്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്നും തെളിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീന്റെ ഫൈനൽ ഔട്ട്പുട്ട് കേട്ടോ. പകലുള്ളത്. ഇപ്പൊ രാത്രി ലൈറ്റും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് ഇതിന്റെ ഒറിജിനൽ നല്ല കിടിലൻ ലുക്ക് ഒക്കെ അറിയാൻ പറ്റും കേട്ടോ. ഞാനിപ്പോ ലൈറ്റ് നിർത്തിയിട്ട് കാണിക്കാം. ഇതാണ്. ഇതിപ്പോ ഇവിടെ കുറച്ച് വട്ടം ഉണ്ട്. നല്ല ഇരുട്ടത്ത് ഇത് വരുന്ന കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയായിരിക്കും കേട്ടോ. ഫുള്ളിപ്പോ വാം ലൈറ്റ് ആണ്. RGB ലൈറ്റ് ഉണ്ടെങ്കിൽ അത് പിന്നെ എന്തെങ്കിലും ആനിമേഷൻ ഒക്കെ ഉള്ളതാണെങ്കിൽ വേറൊരു ലുക്ക് ആക്കിയിലേക്ക് വരും കേട്ടോ.